നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 7-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 21-ാം തീയതി ഞായറാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. അപ്പോൾ പുണർദം നക്ഷത്രം ഞായറാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നല്ലൊരു ദിവസമാണ്, നല്ലൊരു അവധി ദിവസമാണ്. എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നക്ഷത്രം കൊള്ളാം, ദിവസം സൂര്യഭഗവാന്റെ ദിവസമാണ്. സൂര്യനാണ് പ്രപഞ്ചനാഥൻ. പ്രപഞ്ചനാഥനായ സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല, പ്രപഞ്ചമേ നിലനിൽക്കത്തില്ല, ഒരു ജീവജാലവും നിലനിൽക്കത്തില്ല. അപ്പോൾ നക്ഷത്രദേവനും കൂടിയാണ് സൂര്യൻ. ആ സൂര്യൻ്റെ ദിവസം ശുഭനക്ഷത്രവും കൂടി വരിക എന്ന് പറഞ്ഞാൽ ഇന്ന് ശുഭപ്രദമായ അവസ്ഥയ്ക്ക്. കാരണം ഒരു ഞായറാഴ്ച നമുക്ക് എനർജി സേവ് ചെയ്യുന്ന ദിവസമാണ്. അത് വച്ചിട്ട് വേണം അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ. ഈ ദിവസം മോശമായാൽ പിറ്റേന്ന് ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില ഓഫീസുകളിലൊക്കെ നമ്മൾ തിങ്കളാഴ്ചയിലന്ന് ചെല്ലുമ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. നമുക്ക് ചെയ്യേണ്ട ഫയലുകളൊന്നും അവൻ ഒപ്പിട്ട് തരത്തില്ല ഗവൺമെൻറ്റിലൊക്കെ. കാരണം എന്താണ്? തലേ ദിവസം വീട്ടിൽ നിന്നിട്ട് കുടുംബത്തിനകത്ത് അടിയൊക്കെ ഉണ്ടാക്കി ഭാര്യയൊക്കെ ആയിട്ട് പിണങ്ങിയിട്ട് വരണതുകൊണ്ട് ആ ദേഷ്യം മൊത്തം വരണ കസ്റ്റമറോട് തീർക്കും എന്ന് പലപ്പോഴും എനിക്ക് അനുഭവത്തിൽ തന്നെ പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ദിവസം അല്ല ഹാപ്പി ആയിട്ട് നല്ല ദിവസം കിട്ടിയാൽ ഹാപ്പി ആയിട്ട് പോവുകയാണെങ്കിൽ പിറ്റേന്ന് വർക്ക് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം അനുകൂലപ്രദമായി തീരും. അതുകൊണ്ട് ഇന്ന് നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് ഇന്ന് ബന്ധുവീടുകളിൽ പോകാനും ബന്ധുക്കൾ നമ്മളെ വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ ഫംഗ്ഷന് പങ്കെടുക്കാനോ ഒക്കെ കൊള്ളാവുന്ന ഒരു ദിവസം തന്നെയാണ്. അതുപോലെ വൃശ്ചിക മാസത്തിൽ പുണർദ നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. നമ്മൾ ശോഭിക്കും, ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രശസ്തി ഉണ്ടാവും, നേട്ടം ഉണ്ടാവും, ഐശ്വര്യം വരും, പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടും, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും, മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതായത് സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ വാർത്താ മേഖലയിലോ അല്ലെങ്കിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത റിസൾട്ട് അവർക്ക് ലഭിക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര ചെയ്യും. രാഹുകാലം സ്വാഭാവികമായിട്ട് ഞായറാഴ്ച 4:30 മണി മുതൽ 6 മണി വരെ എന്നാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും 4:33 രാഹുകാലം തുടങ്ങുള്ളൂ. അപ്പോൾ ശകലം വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ 6 മണി വരെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം രാഹുകാലം കലണ്ടറിൽ നോക്കി ഇറങ്ങിയാലും വേറെ പേടിക്കേണ്ടതില്ല. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികൻ്റെ സമയം വരുന്നത് ശരിക്ക് 3:08 തൊട്ട് 4:33 വരെ ഗുളികൻ്റെ കാലവും യമകണ്ഠ കാല സമയം വരുന്നത് 12:16 തൊട്ട് 1:42 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്. അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത് 11:52 തൊട്ട് 12:40 വരെ. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും പുറത്ത് പോകുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ശരിക്കും സൂര്യൻ്റെ കളറ് താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ളതോ ചുടുകല്ലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. പോസിറ്റീവ് എനർജി കൂടും. നമ്മൾ പോകുന്നിടത്തെല്ലാം ഷൈൻ ചെയ്യാനിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.